ഹലോ എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്നത്തെ ഇതൊരു ചെറിയൊരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ആദ്യം ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുമ്പം ചോറാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അരിയും വെള്ളവും കൂടി ഞാൻ ഒരുമിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ റൈസ് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ പരിപ്പ് കുറച്ച് മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം സോക്കായിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പരിപ്പും മുരിങ്ങക്കായും കൂടി അങ്ങ് തേങ്ങ അരച്ച് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ പരിപ്പ് നമുക്ക് ആദ്യം കഴുകിയെടുക്കണം. ഇപ്പോൾ ഇതാ അരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് മതി. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പം പെട്ടെന്ന് തന്നെ അരി തിളയ്ക്കും. അപ്പോൾ നമുക്ക് അരി ഇറക്കിയിട്ട് റൈസ് കുക്കറിൽ അങ്ങ് വെക്കാം. പിന്നെ ഇത് 1 hour ആവട്ടെ, 1 മണിക്കൂർ വേണം അരി ഇരുന്ന് വേകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പരിപ്പ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മുരിങ്ങക്കായ എടുക്കുന്നുണ്ട്, പിന്നെ തക്കാളി, പിന്നെ ഇത് വെള്ളരിക്കേൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ്. അപ്പോൾ ഇത് 2 മുരിങ്ങക്കായ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേങ്ങ അരച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. പിന്നെ മുരിങ്ങക്കായയുടെ തോലൊക്കെ കളഞ്ഞെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയെടുക്കണം. പിന്നെ ബാക്കിയുള്ള വേസ്റ്റൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴുകി വെച്ച പരിപ്പിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തക്കാളി സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പർ എടുക്കുന്നുണ്ട്. ഈ ചോപ്പറിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ പോയി കാണണം. അപ്പോൾ ഇതേപോലെ തന്നെ സവാള അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ അരിയുമ്പം കണ്ണിൽ നിന്നൊന്നും വെള്ളം വരുന്നില്ല. അപ്പോൾ ഞാൻ എന്തിനും ഏതിനും ഈ ചോപ്പർ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ തക്കാളിയും സവാളയും കൂടി നമുക്ക് ഈ പരിപ്പിലോട്ടങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 7 വിസിൽ അത്രയും മതിയാവും. അപ്പോഴേക്കും പരിപ്പ് വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, എന്നാലേ 7 വിസലിന് ഇത് വേവുള്ളൂ. ഇനി നമുക്ക് കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോളിഫ്ലവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം അങ്ങ് മുറിച്ചെടുക്കാം.
അപ്പോൾ ഇത്രയും മതിയാവും. ഈ കോളിഫ്ലവർ നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ളതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. കാരണം റോസ്റ്റ് ചെയ്യുമ്പം ചെറിയ കഷ്ണങ്ങളായിരിക്കും ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം അങ്ങ് വെക്കണം നമ്മൾ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തവി വെച്ചിട്ട് പരിപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പം ഒന്നും കൂടി പരിപ്പ് അങ്ങ് നന്നായിട്ട് ഉടഞ്ഞ് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മുരിങ്ങക്കായും വെള്ളരിക്കയും അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇടുന്നത്, മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് അങ്ങ് നീളത്തിൽ കയറി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണിത്. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ഒറ്റ വിസിൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ പ്രഷർ റിലീസ് ചെയ്ത് കളയാൻ വേണം. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ ചെരുകുന്നുണ്ട്. അപ്പോൾ ഇത്രയും തേങ്ങ മതിയാവും. കാരണം അധികമാണെങ്കിൽ കറി അങ്ങ് നന്നായിട്ട് കുറുകി പോവും. വളരെ കുറച്ച് തേങ്ങ മാത്രം, ഒരു 5 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത്രയും മതിയാവും. ഇതങ്ങ് നന്നായിട്ട് നൈസായിട്ട് അങ്ങ് അരച്ചെടുക്കണം. ഇപ്പോൾ ആ കഷ്ണമൊക്കെ വെന്തിട്ട് ഞാൻ പ്രഷർ റിലീസ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുരിങ്ങക്കായൊക്കെ അങ്ങ് ഉടഞ്ഞു പോവും. അതിനുശേഷം ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഈ അരപ്പങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ മിക്സിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഈ കറിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളമാവും. ഈ കറി പിന്നെ ഇരുന്ന് നന്നായിട്ട് തിക്കാവും. അപ്പോൾ നമ്മൾ കറി ആക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ ചൂടാറുമ്പം അത്യാവശ്യം തിക്നെസ് വരും കേട്ടോ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട്. അതിന് മുമ്പേ തന്നെ നമ്മൾ ഇളക്കിയിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കണം. അപ്പം എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പം വറ്റൽമുളക് ഇട്ടിട്ട് അങ്ങ് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും താളിച്ച് കഴിയുമ്പം കുറച്ച് കറി എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെൻ്റെ ശീലമാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ റോസ്റ്റിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇടാം. അപ്പം ഞാനിവിടെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് സവാള ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്, അല്ലെങ്കിൽ ചതച്ചതായാലും മതി. അതിട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മുടെ ചോറായിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോറങ്ങ് വാർത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അത്. അതുകൊണ്ട് 1/2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിന് അത്യാവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത്രയും എരിവ് മതിയാവും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല കളർ കിട്ടും. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചോപ്പ് ചെയ്തതാണിത്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി വേകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തക്കാളി എളുപ്പം വെന്ത് കിട്ടും. അതിന് ശേഷം ഇതങ്ങ് മൂടി വെച്ചിട്ട് വേവിക്കുക. തക്കാളി വെന്തതിന് ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതങ്ങ് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറും വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി തിക്കാവാനുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഗരം മസാലയുടെ ഫ്ലേവർ കുറവായിരുന്നു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടി, കുരുമുളകിൻ്റെ പൊടി നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണിത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ചെറിയ മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് 4 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പഴുത്ത തക്കാളി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനിൽ ചൂടാക്കിയിട്ട് സവാള ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു പാത്രത്തിൽ 2 മുട്ടയും കൂടി അങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള വഴന്നു വരുന്ന നേരം കൊണ്ട് ഈ മുട്ട അങ്ങ് വെന്ത് കിട്ടും. പിന്നെ 2 പച്ചമുളക് അങ്ങ് കീറിയിടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം, പച്ചമണം മാറുന്ന വരെ. അപ്പോൾ ആ നേരം കൊണ്ട് മുട്ട വെന്തത് ഞാനിവിടെ തോല് ഒളിക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പം നമ്മൾ കോളിഫ്ലവറും ചെയ്ത പോലെ തന്നെ സെയിം മസാലയാണ്. ഇപ്പം സവാള മാത്രം നീളത്തിലാണ് അരിഞ്ഞതെന്ന് മാത്രം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി അങ്ങ് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തക്കാളി അങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ട മുഴുവനായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ സൈഡും കുത്തി കൊടുക്കുന്നുണ്ട്.
ഇപ്പം നമുക്ക് വേണമെങ്കിൽ 2 ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ചിലപ്പോൾ 4 ആയിട്ട് മുറിച്ചിടാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ അങ്ങ് നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പം നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 സവാള എടുത്തതാണ്. ഇപ്പോൾ കണ്ടാൽ 2 സവാളയുടെ സൈസേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇനി അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. പരിപ്പ് മുരിങ്ങക്കായ ഒഴിച്ച് കറി, കോളിഫ്ലവർ റോസ്റ്റ്, പിന്നെ ഒരു അടിപൊളി മുട്ട റോസ്റ്റ്, പിന്നെ നല്ല കുത്തരി ചോറ്, പിന്നെ ഇതിൻ്റെ കൂടി പപ്പടവും അച്ചാറും കൊണ്ടാട്ടവും ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും. താങ്ക്